ദൈവവചനമനുസരിച്ച് ദൈവം ഏറ്റവും വെറുക്കുന്ന തിന്മകളിൽ ഏറ്റവും മുൻപന്തിയിലാണ് സ്വവർഗഭോഗം. സ്വവർഗഭോഗത്തിലേക്ക് നയിക്കുന്ന സ്വവർഗ വിവാഹത്തെ നിയമവിധേയമാക്കണം എന്ന ഹർജി പരിഗണിച്ച 5 അംഗ ബെഞ്ച് ഭൂരിപക്ഷം ജഡ്ജിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയതിന്റെ പേരിൽ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. സ്വവർഗ വിവാഹത്തെ അതിശക്തമായി എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എടുത്ത നിലപാട് സുപ്രീം കോടതി വിധിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് സമൂഹത്തിലെ ധാർമ്മികതയ്ക്ക് 1-ാം സ്ഥാനം നൽകി ധാർമ്മിക മൂല്യങ്ങളോട് ചേർന്ന് നിന്ന കേന്ദ്ര സർക്കാരിന് അഭിനന്ദനങ്ങൾ. ഇന്ത്യൻ സിവിലിയൻ സമൂഹത്തിൽ അധാർമികതയ്ക്ക് കളമൊരുക്കാൻ കൊണ്ടുവന്ന ഹർജികൾ തള്ളിപ്പോയതിന്റെ പ്രധാന കാരണം ക്രൈസ്തവ മൂല്യങ്ങളെയും ആർഷഭാരത പാരമ്പര്യങ്ങളെയും ഒരുപോലെ ഉയർത്തിപ്പിടിച്ച് അത് സുപ്രീം കോടതിയിൽ ശക്തമായി ഉയർത്തിപ്പിടിച്ച കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച നിലപാടുകളുടെ വിജയം തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കും ദൈവഭയത്തിൽ ഊന്നിയ ധാർമ്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ഭാരതീയരുടെ പ്രതീക്ഷകൾക്കും വിരുദ്ധമായി സ്വവർഗ വിവാഹം മൗലികാവകാശമാണെന്നും സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാമെന്നും വാദിച്ചുകൊണ്ടും സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമസാധ്യത കൽപ്പിക്കുവാനുള്ള അധികാരം നിയമനിർമ്മാണത്തിലൂടെ നടത്താൻ ലോക്സഭയെ ഭരമേൽപ്പിച്ചുകൊണ്ട് കേസ് പരിഗണിച്ച 5 അംഗ ബെഞ്ചിന്റെ തലവനായ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വിധി പ്രസ്താവിച്ചില്ലെങ്കിലും വിഷയത്തിൽ തുടർന്ന് വിധി പ്രസ്താവിച്ച ജസ്റ്റിസുമാരിൽ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ മാത്രമാണ് ചീഫ് ജസ്റ്റിസിനെ അനുകൂലിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച നിലപാടുകൾക്കൊപ്പം നിന്ന് വിധി പ്രസ്താവനം നടത്തിയ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, ജസ്റ്റിസ് ഹിമ കോഹ്ലി, ജസ്റ്റിസ് നരസിംഹ എന്നിവരുടെ വിധിന്യായങ്ങൾ ചീഫ് ജസ്റ്റിസിന്റെ നിലപാടുകൾക്ക് എതിരായതോടെ 3-2 എന്ന അനുപാതത്തിൽ സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകാനുള്ള ഹർജി സുപ്രീം കോടതി പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. സ്വവർഗ ലൈംഗികത കുറ്റകരമല്ലെന്ന് 2018 സുപ്രീം കോടതി വിധിച്ചിരുന്നു. അതേ തുടർന്ന് സ്വവർഗ വിവാഹത്തിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൽപരകക്ഷികൾ മുന്നോട്ട് വന്നിരുന്നു. അതീവ നിർണായകമായ ഈ വിഷയത്തിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകരുതെന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചതിനൊപ്പം സ്വവർഗ വിവാഹം നിയമപരമാക്കാൻ തന്നെ പങ്കാളികൾക്ക് പല ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ മുൻകൈ എടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമസാധുത നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള 21 ഹർജികളിൽ ഏപ്രിൽ 18 മുതൽ മെയ് 10 വരെയുള്ള 10ഓളം ദിവസങ്ങളിലെ 40-ൽ അധികം മണിക്കൂറുകളിൽ വാദം കേട്ടതിന്റെ ശേഷമാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ ബെഞ്ച് ഇന്ത്യ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന നിർണായകമായ വിധിന്യായം പ്രസ്താവിച്ചത്. ഇവിടെ ഏറെ നിർണായകമായത് കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച നിലപാടുകൾ തന്നെയായിരുന്നു. തുല്യതയ്ക്കും വിവേചനം തടയാനുമുള്ള മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ഹർജിക്കാരുടെ നിലപാടിനെ പിന്തുണച്ച കോടതിയിൽ 5 അംഗ ബെഞ്ചിന് വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ വിധിയോടെ വിശുദ്ധ ബൈബിളിലെ ലോത്തിന്റെ കാലത്തിന് തുല്യമായ വഷളത്വം രാജ്യത്ത് പെരുകാനുള്ള സാധ്യതകളും നിയമപരമായി ഇല്ലാതായിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ അവസാന കാലത്തിന്റെ ലക്ഷണമായി പഠിപ്പിക്കുന്ന സ്വവർഗ ലൈംഗികതയുടെ വ്യാപനം എന്ന തിന്മയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ രൂപപ്പെടാമായിരുന്ന അതിന് അനുകൂലമായ സാഹചര്യം ഇപ്പോൾ തൽക്കാലം ഇല്ലാതായിരിക്കുകയാണ്. ചുരുക്കത്തിൽ ക്രൈസ്തവ സഭകൾ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ വിജയിക്കുന്നതിനൊപ്പം വിജയിക്കുന്നത് ആർഷ സംസ്കാരം കൂടിയാണ് എന്ന് പറയാതെ വയ്യ. എന്നാൽ സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഭാരതത്തിലുള്ളപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ഭരണം മാറിയാൽ തുടരുമോ എന്നതാണ് ആഹ്ലാദ വിധിയിലും ആശങ്കപ്പെടുന്നത്.